പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ. സീഡ് ട്രസ്റ്റ് കേരള സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിന് വേണ്ടി നോട്ട്സിലൂടെ മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഏറ്റവും ആശ്വാസകരമായ ചില പത്രവാർത്തകളും അതുപോലെ തന്നെ UGCയുടെ ഏറ്റവും പുതിയ ഒരു വിവരവും നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പോലെ തന്നെ ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ ബിരുദം എടുക്കാൻ ആഗ്രഹിക്കുന്ന, ഇപ്പോൾ പുതിയതായി ബിരുദാനന്തര പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഏറെ ആശ്വാസകരവും ഗുണപ്രദവുമായിട്ടുള്ള വർത്തമാനമാണ്. ഇത് പരിപൂർണമായും കാണുകയും കേൾക്കുകയും മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒപ്പം തന്നെ നോട്ട്സ് ഒരു എഡ്യൂക്കേഷണൽ ചാനലാണ്. ആ എഡ്യൂക്കേഷണൽ ചാനലിലെ അവൈലബിൾ ക്ലാസുകൾ ഇന്ന് സ്വയംപ്രഭ ചാനലിലൂടെയും അതുപോലെ തന്നെ ഡിജിറ്റൽ ലൈബ്രറിയിലൂടെയും ഇഗ്നോയിലെ നോട്ട്സ് പഠന ഗ്രൂപ്പുകളിലും നൽകുന്ന സേവന പ്രവർത്തനങ്ങൾ, ഇത്തരത്തിലുള്ള ക്ലാസുകൾ സൗജന്യമായി നൽകുന്ന കേരളത്തിലെ മലയാളത്തിലെ ഏറ്റവും പ്രചാരം നേടിയ ഒരു ചാനലാണ് നോട്ട്സ് എന്ന് മനസ്സിലാക്കുക. നോട്ട്സിലെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്ന എല്ലാ ആയിരക്കണക്കിന് സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നോട്ട്സ് ഫേസ്ബുക്ക് ചാനലിലെ ഫോളോവേഴ്സിന് ഹൃദയം നിറഞ്ഞ നന്ദിയും അറിയിക്കുകയാണ്. നോട്ട്സിന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിദൂര ഓപ്പൺ ബിരുദങ്ങൾ റെഗുലറായി പരിഗണിക്കും എന്നുള്ള സുപ്രധാനമായ ഒരു വാർത്ത ഇന്ന് ദേശാഭിമാനി പത്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇതിനു മുമ്പ് തന്നെ കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഇറക്കിയ ഓർഡറും UGC ഇറക്കിയ ഓർഡറും നമ്മൾ വിവിധ വീഡിയോസിൽ നോട്ട്സിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആയിരക്കണക്കിന് കുട്ടികൾക്ക് അത് നന്നായി മനസ്സിലാവുകയും അവർ പുതിയ അഡ്മിഷന് വളരെയേറെ താല്പര്യത്തോടുകൂടി പരിശ്രമിക്കുകയും ചെയ്യുന്ന വർത്തമാനം ഞാൻ ഇതിനു മുമ്പ് നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട്. മാത്രമല്ല, കേരളത്തിൽ രൂപം കൊണ്ടിരിക്കുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ നോഡൽ ഏജന്റായി മാതൃകാ സ്ഥാപനമായി പ്രവർത്തിക്കുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് എന്ന് മനസ്സിലാക്കുക. ഒരു യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തിൽ നിങ്ങൾ നിർബന്ധമായും ഇത് റെഗുലർ ബിരുദമായി പരിഗണിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് അതിന് ജൂറിസ്ഡിക്ഷന് വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ഓപ്പൺ വിദൂര പഠനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് നന്നായി മനസ്സിലാക്കുക. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഉദാഹരണം പറയുകയാണ് എങ്കിൽ നമ്മുടെ കേരളത്തിലെ ഒരു SSLC ഗവൺമെന്റ് സ്കൂളിൽ നമ്മൾ SSLC പഠിക്കുന്നത് ബോർഡ് SSLC ആണ്. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പരീക്ഷാ ഭവൻ നടത്തുന്ന പ്രോഗ്രാമാണ്. അത് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇത് അംഗീകാരമാണ് എന്നുള്ള ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ഒരു CBSE സ്കൂൾ, കേരളത്തിലെ ഏതെങ്കിലും ഒരു ജില്ലയിലെ, ഇടുക്കി ജില്ലയിലെ ഒരു CBSE സ്കൂളിലോ ICSE സ്കൂളിലോ പഠിക്കുന്ന കുട്ടി നാളെ ആ രക്ഷിതാവ് ട്രാൻസ്ഫർ വന്ന് മണിപ്പൂരിലേക്ക് പോകുന്നു, മണിപ്പൂരിലെ അല്ലെങ്കിൽ രാജസ്ഥാനിലെ മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യാൻ പോകുമ്പോൾ അവിടെ ഉള്ള ഒരു CBSE സ്കൂളിൽ പോയി ജോയിൻ ചെയ്യാൻ ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റിന്റെയും ആവശ്യമില്ല. കാരണം അത് നാഷണൽ ജൂറിസ്ഡിക്ഷന്റെ പരിധിയിൽ വരികയാണ്. അതുപോലെ തന്നെയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നുള്ള വാക്കിൽ തന്നെ അറിയാം അതിന്റെ ജൂറിസ്ഡിക്ഷൻ ഇന്ത്യ പൂർണ്ണമായും ആണ്. 2 ജില്ലയ്ക്കോ 3 ജില്ലയ്ക്കോ 5 ജില്ലയ്ക്കോ ഉള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അല്ല. അതുപോലെ കുറെ തട്ടിപ്പ് നടത്തുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഉണ്ട് എന്നുള്ളതും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായ ചില സൂചനകൾ ഞാൻ നൽകുന്നുണ്ട്. UGCയുടെ ഏറ്റവും പുതിയ സർക്കുലർ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ദയവ് ചെയ്ത് ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് എന്ന വിനീതമായ ഒരു അഭ്യർത്ഥന ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ വിഷയം ഒന്നും കൂടി ആഴത്തിൽ നമ്മൾ ചർച്ച ചെയ്യുകയാണ് എങ്കിൽ വിദൂര ഓപ്പൺ ബിരുദങ്ങൾക്കുള്ള അംഗീകാരം നമുക്ക് ഇവിടെ നൽകിയിട്ടുണ്ട് എന്നുള്ള പത്രവാർത്ത നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. ന്യൂഡൽഹി വാർത്തയാണ്. ഓപ്പൺ
വിദൂര പഠനം, അതായത് ഡിസ്റ്റൻസ് ലേണിംഗ്, ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് അഥവാ ODL എന്നാണ് പറയുക. ഓപ്പൺ ബിരുദ പഠനം എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ODL വഴി നേടിയ ബിരുദാനന്തര ബിരുദങ്ങൾ UGയും PGയും റെഗുലർ ബിരുദമായി പരിഗണിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുഭാഷ് സർക്കാർ അറിയിച്ചു. ബഹുമാന്യനായ MP തോമസ് ചാഴിക്കാടൻ അവരുടെ ചോദ്യത്തിനാണ് മറുപടി നൽകിയത്. ഇന്ത്യയിൽ വിദൂര വിദ്യാഭ്യാസ പദ്ധതിക്ക് കീഴിലുള്ള കോഴ്സുകളുടെ ഇന്ത്യയിൽ ഇന്ത്യൻ ജൂറിസ്ഡിക്ഷൻ ആണ് ഇതിന്റെ അകത്ത്, നാഷണൽ ജൂറിസ്ഡിക്ഷൻ ആണ് ഇതിന്റെ പ്രാധാന്യം എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇന്ത്യയിൽ വിദൂര വിദ്യാഭ്യാസ പദ്ധതിക്ക് കീഴിലുള്ള കോഴ്സുകളുടെ നടത്തിപ്പിൽ അനിശ്ചിതാവസ്ഥയിൽ ഇല്ലെന്നും UGCയുടെ റെഗുലേഷൻ 2020 പ്രകാരം ഓപ്പൺ വിദൂര പഠന പരിപാടികളും ഓൺലൈൻ പ്രോഗ്രാമുകളും വഴി നേടിയ ബിരുദാനന്തര ബിരുദങ്ങൾ ബന്ധപ്പെട്ട പരമ്പരാഗത ബിരുദങ്ങൾക്ക് തുല്യമായി കണക്കാക്കുന്നതായും ലോക്സഭയിൽ അദ്ദേഹം മറുപടി നൽകി. 30/3/2022 ദേശാഭിമാനിയിലെ വാർത്തയാണ് സ്നേഹപുരസരം ഞാൻ ഇപ്പോൾ നിങ്ങളുമായി പങ്കുവച്ചത്. ഇതിന്റെ ഒരു വ്യാഖ്യാനം എന്നുള്ള രീതിയിൽ ഞാൻ ഒരു വസ്തുത ഒരിക്കൽ കൂടി ഊന്നി പറയുന്നു. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളോ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളോ നടത്തുന്ന ഇന്ത്യയിലെ 4 തരം യൂണിവേഴ്സിറ്റികളുണ്ട്. ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പാർലമെന്റ് ആക്ട് പ്രകാരം ഉള്ള യൂണിവേഴ്സിറ്റി, പാർലമെന്റ് ആക്ട് പ്രകാരം അല്ലാത്ത ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികൾ, അത് സ്റ്റേറ്റ് ലെവൽ യൂണിവേഴ്സിറ്റീസ്, UGC അംഗീകാരം നൽകിയിട്ടുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ കൂടാതെ ഡീംഡ് യൂണിവേഴ്സിറ്റീസ്, സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. നോൺ എയ്ഡ് അല്ലെങ്കിൽ അൺഎയ്ഡ്, UGCയുടെ എയ്ഡ് ഒന്നും വാങ്ങാതെ സ്വയമേ പ്രവർത്തിക്കുന്ന കുറച്ച് യൂണിവേഴ്സിറ്റികൾ ഉണ്ട്. അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വിഭിന്നമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള നാഷണൽ യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള IGNOU എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. 2025 ഇതിൽ പറയുന്ന ഈ 2020 പ്രകാരമുള്ള റെഗുലേഷൻ, UGCയുടെ റെഗുലേഷൻ 2020 പ്രകാരമുള്ള അംഗീകാരത്തിൽ IGNOU 2025 വരെ A++ അംഗീകാരത്തോടു കൂടി ഇപ്പോൾ പ്രവർത്തിക്കുന്നു എന്നുള്ള സന്തോഷ വർത്തമാനം നിങ്ങൾ ഓർക്കുക. മറ്റൊരു സുപ്രധാനമായ അറിയിപ്പ് ഞാൻ ഇതിന്റെ തൊട്ടടുത്തുള്ള മറ്റൊരു പേജിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നു. 25 മാർച്ച് 2022 മാർച്ച് 25 യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ ഇറക്കിയ ഒരു പ്രത്യേക പബ്ലിക് നോട്ടീസ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുന്നു. ഈ വിഭാഗത്തിൽ തന്നെ മറ്റു കുറെ യൂണിവേഴ്സിറ്റികളെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഫയൽ നമ്പർ കൃത്യമായി ഓർത്തു വച്ചോളൂ. എല്ലാവരും വേണമെങ്കിൽ ഈ വീഡിയോ പോസ് ചെയ്ത് എഴുതിയെടുത്തോളൂ. ഫയൽ നമ്പർ 1 and 2 2015 ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ യൂണിറ്റ് നമ്പർ 3 ഡേറ്റഡ് 25 മാർച്ച് 2022 പുറപ്പെടുവിച്ച UGCയുടെ പബ്ലിക് നോട്ടീസ് അഥവാ പൊതുജനങ്ങൾക്കുള്ള അറിയിപ്പാണ് ഇത് എന്ന് മനസ്സിലാക്കുക. വയലേഷൻ ബൈ യൂണിവേഴ്സിറ്റിയുടെ പേര് ഞാൻ പറയുന്നില്ല, തമിഴ്നാടു, in running distance education program without approval of UGC. കഴിഞ്ഞ ദിവസങ്ങൾ കുറെ പേരോട് ഞാൻ വഴക്കുകൂടേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. എന്നെ പല അർത്ഥത്തിൽ ചീത്ത പറയുകയും എന്നോട് തർക്കിക്കുകയും കുതർക്കം സംസാരിക്കുകയും ചെയ്ത ഒരുപാട് പേർക്ക് വേണ്ടിയാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ സമർപ്പിക്കുന്നത്. എന്നെ ദേഷ്യപ്പെടുത്തിയ, എന്നോട് വഴക്കുകൂടിയ എൻ്റെ പ്രിയ മിത്രങ്ങൾക്ക് ഞാൻ ഒരുപാട് അവരോട് കടപ്പെട്ടിരിക്കുന്നു. കാരണം താങ്കളുടെ ഇത്തരത്തിലുള്ള ഒരു പ്രവോക്കപരമായ എന്നെ ഒന്ന് പ്രകോപിപ്പിച്ചതിന്റെ ഫലമായി ഞാൻ അന്വേഷിച്ച് കണ്ടെത്തി, UGCയുടെ സൈറ്റിൽ നിന്ന് അന്വേഷിച്ചിട്ട് കണ്ടെത്തിയ മറുപടിയാണ് താങ്കൾക്ക് വേണ്ടി. മാത്രമല്ല ഇത് ഇന്ത്യയിലുള്ള ലക്ഷക്കണക്കിലെ വിദ്യാർത്ഥിനികൾക്ക്, പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കൾക്ക്, വിദ്യാർത്ഥിനികൾക്ക്, എൻ്റെ മക്കളെ പോലെ, എൻ്റെ സഹോദരങ്ങളെ പോലെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. വയലേഷൻ ബൈ ഡാഷ് യൂണിവേഴ്സിറ്റി തമിഴ്നാടു ഇൻ റണ്ണിംഗ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം വിത്തൗട്ട് അപ്രൂവൽ ഓഫ് UGC. It has come to the notice of UGC that
dash university is running the distance education programs and admitting students. ഇപ്പോഴും അഡ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. Admitting students in open and distance learning ODL programs without approval of UGC in gross violation. ഏറ്റവും വലിയ മൊത്തമായി gross violation of all conditions laid down under UGC open and distance learning regulations 2017 and its amendments. അതിനുശേഷം നടന്ന 6 അമെൻഡ്മെന്റുകളെ പരിഷ്കരിച്ച രൂപങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് from time to time and UGC open and distance learning program and online programs regulation 2020. As per the above regulation, no higher educational institutions shall offer any open and distance learning programs and or online program and admit learners thereto unless it has been granted recognition by the commission. യുജിസിയുടെ കമ്മീഷനോട് കൂടി അംഗീകാരമില്ലാത്ത ഒരു യൂണിവേഴ്സിറ്റിക്കും പ്രവർത്തിക്കാൻ അധികാരമില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. 2025 വരെ ഇഗ്നോയ്ക്ക് അതിനുള്ള അഡ്മിഷനുള്ള പദവിയുണ്ട്. മാത്രമല്ല നാക് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ നൽകുന്ന ഏറ്റവും വലിയ അംഗീകാരമായ ഏറ്റവും വലിയ അപ്രൂവൽ അസസ്മെന്റ് യോഗ്യത എന്ന് പറയുന്നത് A++ റാങ്ക് ആണ്. ആ A++ നേടിയ റാങ്ക് ഉള്ള ഇഗ്നോയുടെ ആ റാങ്കിന് തുല്യമായ ഒരു യൂണിവേഴ്സിറ്റിയും കേരളത്തിൽ പോലും ഇല്ല എന്നുള്ളത് നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതാണ്. മാത്രമല്ല the university was only recognized to offer any program in ODL mode till the academic year 2014 and 2015. 2014-15 വരെ ടിൽ മാത്രമേ അന്ന് അധികാരം കൊടുത്തിരുന്നുള്ളൂ. ആൻഡ് നോ ഫർദർ റിക്കഗ്നിഷൻ ഹാസ് ബീൻ അക്കോർഡഡ് ടു ഇറ്റ് ടു ഓഫർ എനി പ്രോഗ്രാം ത്രൂ ODL മോഡ്. ODL മോഡിന് അതിനുശേഷം ഒരു അംഗീകാരവും കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു പബ്ലിക് നോട്ടീസാണ് ഇത് നൽകിയിരിക്കുന്നത്. അക്കോർഡിംഗ്ലി ദ ODL പ്രോഗ്രാംസ് ഓഫേർഡ് ബൈ ദ അണ്ണാമലൈ യൂണിവേഴ്സിറ്റി Tamil Nadu without prior approval of UGC are invalid. അതിന് അംഗീകാരമില്ല. And the university is solely responsible. യൂണിവേഴ്സിറ്റി മാത്രമായിരിക്കും അതിന് റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തം for the career consequences. തൊഴിൽപരമായ ഉപജീവന മാർഗ ഉപരിപഠന മാർഗത്തിലുള്ള അനന്തര ഫലങ്ങൾ consequences of the students if any arising of the same. അതുകൊണ്ട് therefore in the general public, പൊതുജനങ്ങൾ, സ്റ്റുഡൻസ് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, പൊതുജനങ്ങളും വിദ്യാർത്ഥികളും ഇതിന്റെ ഗുണഭോക്താക്കളുമായ എല്ലാവരോടും കോഷേൺഡ് ത്രൂ ദിസ് പബ്ലിക് നോട്ടീസ്, ഈ നോട്ടീസിനോടുകൂടി ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. നോട്ട് ടു ടേക്ക് അഡ്മിഷൻ ഇൻ എനി പ്രോഗ്രാം ഓഫേർഡ് ബൈ ദ യൂണിവേഴ്സിറ്റി ത്രൂ ODL മോഡ്. പ്രിയപ്പെട്ടവരെ, ഈ യൂണിവേഴ്സിറ്റിയുടെ റെഗുലർ പ്രോഗ്രാം എല്ലാം അംഗീകരിക്കപ്പെട്ടതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ സംസാരിക്കുന്ന വ്യക്തി ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MPhil റെഗുലറായി എടുത്തിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ള സന്തോഷ വർത്തമാനവും അറിയിക്കുക. ഏറ്റവും പൈതൃകമുള്ള മഹത്തായ യൂണിവേഴ്സിറ്റിയാണ് ഇത്. പക്ഷെ ഈ യൂണിവേഴ്സിറ്റിയുടെ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മെത്തേഡിനെ മാത്രമാണ് ഈ വിലങ്ങ് എന്നുള്ളത് മനസ്സിലാക്കുക. അവിടുത്തെ റെഗുലർ കോഴ്സുകൾ എല്ലാം അംഗീകരിച്ചതാണ്. ഏറ്റവും പാരമ്പര്യമുള്ള മഹത്തായ യൂണിവേഴ്സിറ്റിയെ ഞാൻ പ്രകീർത്തിക്കുക കൂടി ചെയ്യുകയാണ് ഈ സന്ദർഭത്തിൽ. ടേക്കിംഗ് അഡ്മിഷൻസ് ഇൻ സച്ച് പ്രോഗ്രാംസ് may jeopardize the career of the students in view of the absence of recognition of programs by the UGC. അതിന്റെ ഡയറക്ടർ നൽകിയ ഈ ഉത്തരവ് ഒരു പബ്ലിക് നോട്ടീസായി പരിഗണിക്കണം എന്നുള്ള വിനീതമായ അഭ്യർത്ഥന ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സെഷനിലെ ഇപ്പോൾ അഡ്മിഷന് ഇനി 2 ദിവസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നോട്ട്സിലെ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉള്ള നമ്പറിൽ നോട്ട്സിന്റെ ഹെൽപ്പ് ഡെസ്ക് നമ്പറിലൂടെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഈ വീഡിയോ പൊതുജന സമക്ഷത്തിലേക്ക് വിദ്യാർത്ഥികളുടെയും മറ്റു ഗുണഭോക്താക്കളുടെയും സാധാരണക്കാരുടെയും ക്ഷേമത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു.
പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടി, പൊസിഷൻ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഉയർന്ന റാങ്കിലേക്ക് എത്താനുള്ള പ്രൊമോഷന് വേണ്ടിയിട്ടോ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥനായിക്കോട്ടെ, ഒരു വീട്ടമ്മയായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കർഷകനായിക്കോട്ടെ, ഒരു വിദ്യാർത്ഥി ആയിക്കോട്ടെ, ഏതെങ്കിലും പ്രോഗ്രാമിലെ ഡ്രോപ്പ് ഔട്ട് ആയ ഒരു വ്യക്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൃത്യമായി തന്നെ ഒരു റിട്ടയർഡ് ഫെലോ ആയിക്കോട്ടെ, നാഷണൽ NGO ഏതെങ്കിലും തരത്തിലുള്ള നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുന്ന വോളണ്ടിയർ ആയിക്കോട്ടെ, സോഷ്യൽ വർക്കർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അനുയോജ്യമായ ഏറ്റവും നല്ല 243 പ്രോഗ്രാമുകൾ നൽകുന്ന ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ പ്രവേശനത്തിന് ഇനി 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഈ സെഷന്. അതുകൊണ്ട് തന്നെ 3 മാസം നിങ്ങൾക്ക് ലാഭിക്കാം എന്നുള്ളത്. ജാനുവരി സെഷന്റെ അഡ്മിഷൻ മാർച്ച് 31 വരെ അവസാനിപ്പിക്കുമ്പോൾ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നുള്ള 3 മാസങ്ങൾ നമുക്ക് ലാഭിക്കാൻ പറ്റും. ഈ സുവർണ അവസരം പരമാവധി വിനിയോഗിക്കണമെന്ന് പൊതുജന സമക്ഷത്തിങ്കലേക്ക് നിങ്ങളുടെ ക്ഷേമം മാത്രം കാക്ഷിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് വിഷയം അവതരിപ്പിക്കുകയാണ്. വിഷ് യു ഓൾ ദ സക്സസ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.